നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നല്ല തല്ലുകൊണ്ടാലേ ഇവൾ അടങ്ങും. അമ്മ വിഷമിക്കണ്ട. തൽക്കാലം ഇവൾ ചെമ്പകമംഗലത്തിന് താമസിക്കട്ടെ. ഞാനും കൂടി മുത്തശ്ശനോടും മുത്തശ്ശിയോടും സംസാരിക്കാം. പക്ഷേ അവളെ സൂക്ഷിക്കണം. ഏത് നേരത്താണ് ഇവള് ജയരാമൻ അങ്കിളിന്റെയും മാധുരി ആന്റിയുടെയും ഫോട്ടോ എല്ലാരെയും കാണിക്കുന്നതെന്നറിയില്ല. അങ്ങനെ വല്ലതും സംഭവിച്ച അതോടെ തീരുവല്ല. അത് തന്നെ. ആരെങ്കിലും കണ്ടോ മക്കളെ? ഇല്ല, ആരും കണ്ടിട്ടില്ല. ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ മുത്തശ്ശി കാണാതിരുന്നാ മതി. മുത്തശ്ശി കണ്ട മുത്തശ്ശനെ പൊരിക്കോ? പൊരിക്കിയ വറക്കൊന്നുമില്ല. എന്നാലും ഇതൊരു ചീപ്പ് ഏർപ്പാടല്ലേ. ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമൾ ഹോട്ടലിൽ നുണ്ണിയപ്പൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു പലരും പറയില്ലേ? അല്ല, എല്ലാവരുടെയും കണ്ണുവിട്ടിച്ച് നിങ്ങളിത് എങ്ങനെ ഒപ്പിച്ചു? അത് മുത്തശ്ശ, ഡെലിവറി ചെയ്യാൻ വരുന്ന ആളെ കാത്ത് ഞങ്ങൾ നമ്മുടെ ഗേറ്റിന്റെ പുറത്തു നിന്ന് കളിച്ചോണ്ടിരുന്നു. അയാള് വന്നപ്പോ ഇതും വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് ഓടി. നമ്മള് 3 പേരും കൂടെ ഈ രഹസ്യ ഏർപ്പാടേ അധിക നാൾ നീണ്ടുപോകുമെന്ന് എനിക്ക് തോന്നില്ല. പലനാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പഴമൊഴി തന്നെ ഉണ്ട്. പോകുന്നിടത്തോളം പോട്ടെ. ഇത്ര പേടിയാണെങ്കിൽ മുത്തശ്ശൻ എന്താ ചെയ്യുന്നത്? ഓ ചക്കര മുത്തേ, എനിക്കിങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. എനിക്കിഷ്ടമില്ലാത്തത് നിങ്ങളുടെ മുത്തച്ഛക്ക് ഇഷ്ടമില്ലാത്തോണ്ടാ. പക്ഷേ ഈ ഉണ്ണിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഒരു മുരിഞ്ഞ രുചി, നെയ്മണം, വറുത്ത തേങ്ങാക്കൊത്ത്, ഇതാ കഴിക്കും. അത് നോക്ക്. മാധുരിവധം, ജയറാം അറസ്റ്റിൽ. ഭാര്യ മാധുരിയെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതിന് ഭർത്താവ് ജയറാം പിടിയിൽ. കോടതി റിമാൻഡ് ചെയ്ത് ജയറാമനെ സബ് ജയിലിലേക്ക് അയച്ചു. അച്ഛാ, അച്ഛൻ ധൃതിയിൽ എങ്ങോട്ട് പോവാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. അതെവിടേക്കാ അച്ഛാ? എല്ലാം തന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? സത്യശീല, സർ. കാറക്ക്. ശരി സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.